മലർമതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചിലേന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. മലർമതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചിലേന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. എന്തെല്ലാം അത്ഭുത കഥകളാണ് ഗുരുവായൂരപ്പനെ പറ്റി പറയാനുള്ളത്. ഇന്നും ആ അത്ഭുത ലീലകൾ നിർവിഘ്നം തുടരുന്നു. ആത്മാർത്ഥമായി ഭഗവാനെ വിളിക്കുന്ന ആരെയും ഭഗവാൻ കൈയൊഴിയുകയില്ല. തൻ്റെ ഭക്തൻ്റെ കണ്ണ് നിറഞ്ഞാൽ ഭഗവാൻ അത് സഹിക്കുകയുമില്ല. തെളിവുകളും ധാരാളം. ഗുരുവായൂരപ്പൻ്റെ അത്ഭുത കഥകളെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞതും ചില ഗ്രന്ഥങ്ങളിൽ നിന്ന് സമാഹരിച്ചതുമായ കുറേ കഥകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഥകൾ കേൾക്കുകയും വായിക്കുകയുമൊക്കെ ചെയ്യുന്ന മനസ്സിൽ ഒരിറ്റ് നന്മയുള്ള ആർക്കും അറിയാതെയാണെങ്കിലും മനസ്സിലൊരു നൊമ്പരവും ഒരുപാട് സന്തോഷവും ഭക്തിയുമൊക്കെ ഉണ്ടാവുമെന്നത് തീർച്ചയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാഴ്ചകൾക്കൊപ്പം ആ കഥകൾ നമുക്കൊന്ന് കേൾക്കാം. ക്ഷേത്രത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വെച്ച് വന്നപ്പോഴേക്കും ആ വൃദ്ധൻ തളർന്നിരുന്നു പോയി. യാത്രാക്ഷീണവും പ്രായാധിക്യവും ആ ശരീരത്തിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു. തിരക്ക് കാരണം അദ്ദേഹത്തിന് ഉള്ളിലേക്ക് പോയി തൊഴാനും സാധിച്ചില്ല. ആ ഇരുന്ന ഇരിപ്പിൽ അയാളൊന്ന് മയങ്ങിപ്പോയി. ഇവിടെ ഇരുന്നുറങ്ങാതെ പുറത്തേക്ക് പോകുമെന്ന കാവൽക്കാരുടെ ഉറക്കെയുള്ള ശബ്ദം അയാളെ ഉണർത്തി. അയാൾ മെല്ലെ ഗോപുരത്തിന് പുറത്തേക്ക് നടന്നു. അയാൾക്ക് നന്നേ വിശക്കുന്നുണ്ടായിരുന്നു. ഉറങ്ങിപ്പോയത് കാരണം പ്രസാദമൂട്ടിലുമൊന്നും പങ്കെടുക്കാനുമായില്ല. ഇനി പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചാൽ ആകെ കയ്യിലുള്ളത് നാട്ടിൽ തിരികെ എത്താനുള്ള പണം മാത്രമാണ്. അതുതന്നെ ഗുരുവായൂരപ്പനെ കാണാനുള്ള അടങ്ങാത്ത മോഹം മൂലം പലരിൽ നിന്നായി ഇരന്നു വാങ്ങിയതുമാണ്. അയാൾ പതിയെ ഒരിടത്ത് പോയിരുന്നു. അയാളിങ്ങനെ ഓരോന്നാലോചിച്ചുകൊണ്ടേയിരുന്നു. ആരോരുമില്ലാത്ത തനിക്ക് ഭഗവാൻ മാത്രമാണ് തുണ. പ്രായാധിക്യം മൂലം ജോലിയെടുക്കാൻ വയ്യാതായതോടെ ഭിക്ഷാടനമായി തൊഴിൽ. മാറിയുടുക്കാൻ ഒരു വസ്ത്രം പോലുമില്ല. ഒരെണ്ണം തന്നെ ഉപയോഗിച്ച് അതാകെ മുഷിഞ്ഞു. നല്ലതെന്ന് പറയാൻ ഒരു കാര്യം പോലും തൻ്റെ ജീവിതത്തിലില്ല. ആ വൃദ്ധൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നാലോചിച്ച് അയാൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. രാവിലെ നേരത്തെ തന്നെ കുളത്തിലിറങ്ങി കുളിച്ചു കയറി. തിരക്കാവും മുമ്പ് തൊഴുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷേ വേഷം അപ്പോഴും മുഷിഞ്ഞത് തന്നെ. അടുത്തുകൂടി പോകുന്നവരൊക്കെ ഗന്ധം മൂലം വെറുപ്പോടെ മൂക്കുപൊത്തുന്നുണ്ടായിരുന്നു. തൊഴാനായി ക്യൂവിൽ കയറാൻ ചെന്നപ്പോഴും കാവൽക്കാർ തടഞ്ഞു. തിരക്ക് കഴിഞ്ഞിട്ട് കയറിയാൽ മതി, അല്ലെങ്കിൽ പോയി വേഷം മാറ്റി വൃത്തിയായി വരൂ. അത് കേട്ട് അയാൾ ദുഃഖത്തോടെ അവിടെ നിന്നും മാറിയിരുന്നു. ആ ഇരിപ്പ് ഏറെ നേരം നീണ്ടു. നേരം ഉച്ചയാവാറായി. വിശപ്പിൻ്റെ കാഠിന്യമേറി വരുന്നു. ഭക്ഷണം കഴിക്കാനായി ഊട്ടുപുരയിലേക്ക് ചെന്നെങ്കിലും അയാളെ അകത്തേക്ക് കയറ്റിവിട്ടില്ല. തളർന്ന അവശനായി നിന്ന ആ സാധു വൃദ്ധൻ്റെ അടുത്തേക്ക് ഒരു കുഞ്ഞു ബാലൻ വന്നു. അവൻ്റെ കയ്യിൽ കുറച്ച് കദളിപ്പഴവും പാൽപ്പായസവും ഒക്കെ ഉണ്ടായിരുന്നു. ബാലൻ വൃദ്ധനോട് പറഞ്ഞു, അപ്പൂപ്പൻ ഇത് കഴിച്ചോളൂ. ഇതൊരാൾ ഷീട്ടാക്കി എന്നെ വാങ്ങാൻ ഏൽപ്പിച്ചതാണ്. ഇപ്പോൾ ആ ആളെ കാണുന്നില്ല. വിറയാറുന്ന കൈകളോടെ അയാളത് വാങ്ങിക്കൊണ്ട് ആ ബാലനോട് ചോദിച്ചു, മോനേതാ, ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ബാലൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഓടി നടക്കുന്ന ഒരാളാണ്. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആ ബാലൻ പോയി. അപ്പോഴേക്കും ഉച്ചപൂജ കഴിഞ്ഞു. വേഗം തൊഴുതില്ലെങ്കിൽ നടയടയ്ക്കും. അയാൾ അവിടെ ഇരുന്ന് വേഗം അത് കഴിച്ചതിന് ശേഷം തൊഴാനായി ചെന്നെങ്കിലും തിരക്ക് കാരണം വീണ്ടും പരാജയപ്പെട്ടു. വൈകുന്നേരവും അതുതന്നെ സ്ഥിതി. വളരെ ദുഃഖം തോന്നിയ അദ്ദേഹത്തിന്. സമയം രാത്രിയായി. ക്ഷേത്രനട അടച്ചു കഴിഞ്ഞു. ഇനി നാളെ ശ്രമിക്കാമെന്ന് കരുതി അയാൾ അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് കണ്ട ആ കുട്ടി അതാ വീണ്ടും കദളിപ്പഴവും നിവേദിച്ചോറുമൊക്കെയായി വരുന്നു. ഞാൻ അപ്പൂപ്പനെ ഇവിടെയൊക്കെ തിരക്കി നടക്കുകയായിരുന്നു, പോയെന്ന് കരുതി. ഇല്ല മോനെ, ഇതുവരെയും എനിക്ക് ഭഗവാനെ കാണാൻ സാധിച്ചില്ല. എൻ്റെ ഈ മുഷിഞ്ഞ വേഷം കാരണം ആരും എന്നെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. എല്ലാവരും എന്നെ ഓടിച്ചു വിടുകയാണ്. സാരമില്ല, നമുക്കതിന് നാളെ പോംവഴി ഉണ്ടാക്കാം. ഇപ്പോൾ ഇതും കഴിച്ച് അപ്പൂപ്പൻ സമാധാനമായി ഉറങ്ങൂ. അതും പറഞ്ഞ് ആ ബാലൻ മടങ്ങിപ്പോയി. ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ കിടന്ന് സുഖമായി ഉറങ്ങി. ഉറക്കത്തിൽ ആ വൃദ്ധൻ ഒരു മനോഹരമായ സ്വപ്നം കണ്ടു. താൻ കണ്ട ആ കൊച്ചു ബാലനത പീലിത്തിരുമുടിയും പൊന്നോടക്കുഴലുമൊക്കെ ഊതി
തൻ്റെ അരികിൽ വന്നു നിൽക്കുന്നു. പെട്ടെന്ന് ഞെട്ടി ഉണർന്ന അയാൾ ചുറ്റിനു നോക്കിയെങ്കിലും ആരെയും കാണാനുണ്ടായിരുന്നില്ല. വീണ്ടും ഉറക്കം പിടിച്ചപ്പോഴും ഇതുതന്നെ സ്ഥിതി. പിന്നെ അയാൾ ഉറങ്ങിയില്ല. നേരം പുലരാറായിട്ടുണ്ടാവും. കുളിക്കാമെന്ന് കരുതി അയാൾ മെല്ലെ കുളക്കടവിലേക്ക് നടന്നു. വെള്ളത്തിലിറങ്ങി മുങ്ങിപ്പൊങ്ങിയപ്പോൾ ആ ബാലനത മുന്നിൽ നിൽക്കുന്നു. സന്തോഷത്തോടെ അദ്ദേഹം തലേരാത്രിയിലുണ്ടായ സംഭവങ്ങളെല്ലാം ആ ബാലനോട് പറഞ്ഞു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആ ബാലൻ ചോദിച്ചു, ഇങ്ങനെയാണോ കണ്ടത്? പെട്ടെന്ന് അയാൾക്ക് താനേതോ ഒരു മായാലോകത്തേക്ക് എത്തിപ്പെട്ടതുപോലെയാണ് തോന്നിയത്. നോക്കുമ്പോളതാ താൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം, സാക്ഷാൽ ഗുരുവായൂരപ്പനതാ ഉണ്ണിക്കണ്ണനായി മുന്നിൽ വന്ന് നിൽക്കുന്നു. അത്ഭുതത്തോടെ സന്തോഷത്താൽ നിറഞ്ഞ കണ്ണുകളോടെ ആ വൃദ്ധൻ തൊഴുകൈകളോടെ ആ പാദത്തിലേക്ക് വീണു. അയാൾക്ക് നിയന്ത്രിക്കാനാവുന്നില്ലായിരുന്നു. പതുക്കെ ആ വൃദ്ധനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തൻ്റെ കൈകൾ കൊണ്ട് ആ കണ്ണുനീര് തുടച്ചുകൊണ്ട് ആ ബാലൻ പറഞ്ഞു, സംശയിക്കേണ്ട, ഞാൻ തന്നെയാണ് കാലങ്ങളായി കാണാൻ കാത്തിരുന്ന ആള്. അങ്ങേക്ക് കുറച്ച് മുജ്ജന്മപാപം തീരാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 2 ദിവസം ഇവിടെ ഇരുന്നുള്ള വ്രതാനുഷ്ഠാനത്തോടെ കഴിഞ്ഞു. പാപമെല്ലാം മാറി. ഇനി എങ്ങോട്ടേക്കും പോകണ്ട. ഇവിടെ എൻ്റെ അടുത്തിരുന്ന് നാമജപവും ഭജനവുമായി കൂടിയാൽ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. സ്വബോധത്തിലേക്ക് തിരികെ വന്ന അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. താൻ കണ്ടത് സത്യമാണോ മിഥ്യയാണോ സ്വപ്നമാണോ? അയാൾ ആ കൽപ്പടവിലേക്കിരുന്നു. അപ്പോഴാണ് മേൽശാന്തി അയാളെയും അന്വേഷിച്ച് കുളക്കടവിലേക്ക് എത്തിയത്. തലേന്ന് രാത്രി ഉറക്കത്തിൽ അദ്ദേഹത്തിന് ഭഗവാന്റെ ഒരു നിർദ്ദേശമുണ്ടായത്രേ. വെളുപ്പിന് കുളക്കടവിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വൃദ്ധനുണ്ടാവും. നിർമ്മാല്യത്തിന് നട തുറക്കുമ്പോൾ പുതിയ വസ്ത്രവും അണിഞ്ഞ് അദ്ദേഹം എൻ്റെ മുന്നിലുണ്ടാവണം. അതനുസരിച്ച് ആ വൃദ്ധനെയും തേടി പുതിയ കസവുമുണ്ടും വേഷ്ടിയുമായി വന്ന മേൽശാന്തി കുളിക്കടവിൽ നിന്നും അതീവ തേജസ്സോടെ കയറി വരുന്ന ആ വൃദ്ധനെ കണ്ടു. ഭഗവാനെ നേരിൽ കാണാൻ സാധിച്ച ആ വൃദ്ധൻ്റെ കണ്ണുകൾ ഉഗ്രമായൊരു തേജസ്സോടെ തിളങ്ങുന്നുണ്ടായിരുന്നു. മേൽശാന്തി ആ വസ്ത്രം അദ്ദേഹത്തെ ഏൽപ്പിച്ച് വേഗം അകത്തേക്ക് വരുവാൻ പറഞ്ഞു. പുതിയ വേഷ്ടിയുമെടുത്ത് തൻ്റെ സാധുവായ ആ ഭക്തൻ വരുന്നതും കാത്ത് കാരുണ്യവാരിധിയായ ഭഗവാൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പണ്ട് ഉറിയമഠം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനാണെങ്കിലും ഒരു കടുത്ത പിശുക്കൻ കൂടിയായിരുന്ന അദ്ദേഹത്തിന് വാതരോഗം പിടിപെട്ട് നടക്കാൻ കഴിയാതെയായി. സാമാന്യം നല്ല സമ്പത്തുള്ള അദ്ദേഹം തൻ്റെ രോഗം ഭേദപ്പെട്ടാൽ വലിയൊരു സംഖ്യ ഭഗവാന് സമർപ്പിക്കാമെന്ന വഴിപാടും നേർന്നു. ഒരു വലിയ ഉറിയുണ്ടാക്കി മുളന്തണ്ടൽ കെട്ടി 4 പേരെ കൊണ്ടെടുപ്പിച്ച് ഉറിയിലിരുന്നു കൊണ്ട് അദ്ദേഹം ഗുരുവായൂരിലേക്ക് യാത്ര ചെയ്തു. ഗുരുവായൂരിലെത്തിയ അദ്ദേഹം സന്ധ്യയായപ്പോഴേക്കും കുളിക്കാനായി കുളക്കടവിലേക്കെത്തി. പണക്കിഴി മീതെ പടവിൽ വെച്ചു. ഒരു സഹായി അദ്ദേഹത്തെ കുളിക്കാനായി ഇറക്കി കൊടുത്തു. ഈ സമയത്ത് ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഗുരുവായൂരപ്പനെ ഭജിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു. മക്കളുടെ വിവാഹത്തിന് യാതൊരു ഗതിയുമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഭഗവാനെ ശരണം പ്രാപിച്ചത്. അദ്ദേഹത്തിന് തലേ ദിവസം ഭഗവാന്റെ ഒരു അരുളപ്പാട് ലഭിച്ചിരുന്നു. നാളെ വൈകുന്നേരം ഒരു വാതരോഗി കുളിക്കാനായി രുദ്രതീർത്ഥത്തിൽ ഇറങ്ങുന്ന സമയത്ത് കയ്യിലുള്ള പണക്കിഴി പടവിൽ വയ്ക്കും. അത് എടുത്തുകൊണ്ട് ഓടണം. ദരിദ്രനാണെങ്കിലും അന്യൻ്റെ പണമെടുത്ത് ഓടുവാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. ഭഗവാന്റെ നിർബന്ധ നിമിത്തം അദ്ദേഹം അതിന് തയ്യാറായി. ഇതനുസരിച്ച് കുളക്കടവിലെത്തിയ ആ വൃദ്ധബ്രാഹ്മണൻ ഉറിയമഠം കുളത്തിൽ മുങ്ങുവാൻ ഒരുങ്ങിയപ്പോഴേക്കും ആ പണക്കിഴിയും എടുത്ത് ഓടാൻ തുടങ്ങി. ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ വന്ന ഉറിയമഠം താൻ വാതരോഗിയാണ്, നടക്കാൻ കഴിയാത്ത ആളാണെന്ന് പോലും കരുതാതെ കുളത്തിൽ നിന്ന് കയറി അദ്ദേഹത്തിൻ്റെ പിന്നാലെ വേഗം ഓടുവാൻ തുടങ്ങി. അയാളുടെ പുറകെ ഓടുന്ന സമയത്ത് തൻ്റെ ചെവിയിൽ ആരോ എന്തോ പറയുന്നത് പോലെ ഉറിയമഠത്തിന് തോന്നി. ഹേ ഉറിയമഠം, സമാധാനിക്കൂ. അങ്ങയുടെ അസുഖം ഭേദമായില്ലേ? അതുപോലെ ആ സാധു ബ്രാഹ്മണൻ്റെ ദാരിദ്ര്യവും നീങ്ങിയിരിക്കുന്നു. എന്തായാലും എനിക്ക് തരാൻ കൊണ്ടുവന്ന പണക്കിഴിയല്ലേ, ഞാനത് ആ സാധു ബ്രാഹ്മണന് കൊടുക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് ഭഗവാന്റെ ഒരു അത്ഭുത ലീലയാണെന്ന് മനസ്സിലായ ഉറിയമഠം നിശബ്ദനായി ഓട്ടം നിർത്തി അവിടെ നിന്നു. ഏറെ താമസിയാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വെളിച്ചമുദിച്ചു. അകത്ത് കയറി ഭഗവാനെ തൊഴുതതിന് ശേഷം തിരിച്ചില്ലത്തെത്തിയ അദ്ദേഹം പിശുക്കൊക്കെ അവസാനിപ്പിച്ച് സ്വത്തുക്കളെല്ലാം ദാനധർമ്മങ്ങൾക്കായി നീക്കിവെച്ചു. പണ്ടുകാലത്ത് ധാരാളം കുട്ടികൾ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ ഇങ്ങനെ കളിച്ചു നടക്കുക പതിവായിരുന്നു. അക്കാലത്ത് ഇല്ലങ്ങളിലൊക്കെ കടുത്ത ദാരിദ്ര്യമുള്ള സമയവുമായിരുന്നു.
അമ്പലത്തിലെ നിവേദ്യങ്ങൾ കഴിക്കാമല്ലോ എന്ന് കരുതിയാണ് കുട്ടികൾ അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി കഴിഞ്ഞിരുന്നത്. കൊടിമരത്തിനടുത്ത് വെച്ച വലിയ ചെമ്പിൻ പാത്രത്തിൽ കുന്നിക്കുരുവും കടുകും മഞ്ചാടിയും ഇട്ടുവയ്ക്കുക പതിവായിരുന്നു. കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് ഊർജ്ജസ്വലത ലഭിക്കുന്നതിനും കുട്ടികളെ കൊണ്ട് കുന്നിക്കുരു വാരിക്കുന്ന ചടങ്ങുണ്ട്. അമ്മമാർ കുട്ടികളെ കൊണ്ട് കുന്നിക്കുരു വാരിച്ച് നാണയങ്ങൾ ആ പാത്രത്തിലിടുകയും പതിവായിരുന്നു. അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ചിട്ട പോലെ നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഉദ്യോഗസ്ഥൻ കണിശക്കാരനായ ഒരു ഭട്ടതിരിയായിരുന്നു. കറുത്ത് തടിച്ച് ഒരു കണ്ണ് ചെറുതായ ആ ഭട്ടതിരിയെ കാക്കക്കൊറോൻ എന്ന പേരിലാണ് പലരും വിളിച്ചിരുന്നത്. ഒരു ദിവസം ഭട്ടതിരിയുടെ മുന്നിൽ ഒരു പരാതി എത്തി. കുട്ടികൾ കുന്നിക്കുരു പാത്രത്തിൽ നിന്നും എടുത്ത് പഴം വാങ്ങി തിന്നുന്നുണ്ട്. ഇത് സത്യമാണോ എന്നറിയാൻ കുട്ടികളെ വിളിച്ചു വരുത്തി. അന്വേഷണവും ആരംഭിച്ചു. നിഷ്കളങ്കരായ കുട്ടികൾ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. അമ്പലത്തിൽ നിന്നും ഭക്ഷണമൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ കുന്നിക്കുരു ചെമ്പിൽ നിന്നും നാണയങ്ങളെടുത്ത് പഴം വാങ്ങി തിന്നാറുണ്ട്. പക്ഷേ അത് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കുക പതിവ്. കുട്ടികളുടെ വാക്കുകൾ കേട്ട് കണിശക്കാരനായ ഭട്ടതിരി ശിക്ഷ വിധിച്ചു. എല്ലാവരും കയ്യും കെട്ടി മതിലകത്ത് 5 ഓട്ടപ്രദക്ഷിണം ചെയ്യണം. അത് കഴിഞ്ഞ് കൊടിമരത്തിനടുത്തെത്തി സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ഇനി ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് ക്ഷമാപണം നടത്തുകയും വേണം. ആജ്ഞ കിട്ടിയതോടെ കുട്ടികളെല്ലാവരും ഓടാൻ തുടങ്ങി. പെട്ടെന്ന് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ഒരു കുട്ടി കൂടി ഇറങ്ങി വന്ന് ഈ കുട്ടികളുടെ കൂടെ ഓടാൻ തുടങ്ങി. എത്ര ഓടിയിട്ടും ആ കുട്ടികൾക്ക് യാതൊരു ക്ഷീണവും ഉണ്ടായില്ല. അവർ കൂടുതൽ ഉത്സാഹത്തോടെ ഓടാൻ തുടങ്ങി. കൂടെയുള്ള പുതിയ കൂട്ടുകാരൻ അവർക്ക് പ്രചോദനം നൽകുന്നുണ്ടായിരുന്നു. ഭട്ടതിരിയും മറ്റു ക്ഷേത്രാധികാരികളും ഭക്തജനങ്ങളുമൊക്കെ അത്ഭുത സ്തബ്ധരായി ഈ കാഴ്ച നോക്കി നിന്നു. അത്ഭുതത്തോടെ ശ്രീകോവിലിനകത്തേക്ക് നോക്കിയ അവർക്ക് കാണാനായത് ഭഗവാന്റെ വിഗ്രഹം കരി പുരണ്ടതുപോലെ ഇരിക്കുന്നതാണ്. അതോടെ ഭഗവാനാണ് കുട്ടികളുടെ കൂട്ടത്തിൽ ഓടുന്നതെന്ന് എല്ലാവർക്കും ബോധ്യമായി. തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ അധികാരികൾ ഭഗവാനോട് ക്ഷമാപണം നടത്തി. അവർ ഉച്ചത്തിൽ ഭഗവത് നാമങ്ങൾ ജപിക്കാൻ തുടങ്ങി. ഓടുന്ന കുട്ടികളും അപ്പോഴേക്കും ഓട്ടം നിർത്തി. പക്ഷേ അപ്പോൾ അവരുടെ കൂടെ ഓടാൻ വന്ന ആ കുട്ടി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അകത്തുനിന്നും ഒരു അശരീരി കേൾക്കുന്നതായി എല്ലാവർക്കും തോന്നി. ആ പിഞ്ചു കുട്ടികളെ ഇത്രയും വലിയ കടുത്ത ശിക്ഷയ്ക്ക് വിധിക്കേണ്ടതില്ലായിരുന്നു. അനാഥരായ കുട്ടികൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ എന്നോട് ചോദിച്ചതിന് ശേഷം ആ കുന്നിക്കുരു പാത്രത്തിൽ നിന്നും നാണയങ്ങളെടുത്ത് പഴം വാങ്ങി. എനിക്കും അത് സമർപ്പിച്ചതിന് ശേഷമാണ് അവർ കഴിച്ചത്. അപ്പോൾ പഴം തിന്ന ഞാനും ആ ശിക്ഷ അനുഭവിക്കണ്ടേ? അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ സന്നിധാനത്തിൽ വരുന്ന ഒറ്റ കുട്ടിയും പട്ടിണി കിടക്കാൻ ഇടവരരുത്. അവർക്ക് ഉച്ചപൂജ കഴിഞ്ഞാൽ നിത്യവും ചോറ് വിളമ്പി കൊടുക്കണം. എനിക്ക് നിവേദിച്ച വിശിഷ്ട നിവേദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് കൊടുക്കുകയും വേണം. എന്നും അവരുടെ വയറ് നിറഞ്ഞു കാണണം. ഈ വാക്കുകൾ കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അവരെല്ലാവരും സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ഭഗവാനോട് ക്ഷമാപണം നടത്തി. കുട്ടികൾ ഒന്നും അറിയാത്തവരെ പോലെ തരിച്ചു നിന്നുപോയി. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അന്നു മുതൽ ക്ഷേത്രപരിസരത്ത് വിശന്നിരിക്കുന്ന കുട്ടികളെയെല്ലാം വിളിച്ചു വരുത്തി ഉച്ചയ്ക്ക് നിവേദ്യസഹിതം പ്രസാദകൂട്ട് നൽകാൻ തുടങ്ങി. വളരെക്കാലം ഈ പതിവ് തുടർന്നു. ദരിദ്ര സേവയാണ് നാരായണ സേവ എന്ന് ഭഗവാൻ എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു സംഭവമായിരുന്നു അത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വാതിൽമാടത്തിൽ വെച്ച് ബ്രാഹ്മണർക്ക് ഊട്ട് നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. 1982 ജനങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി എല്ലാ ഭക്തജനങ്ങൾക്കുമായി പ്രസാദൂട്ട് ഊട്ടുപുരയിൽ വെച്ച് നടത്താൻ തുടങ്ങി. അത് ഇന്നും നടന്നു വരുന്നുണ്ട്. പണ്ടുകാലത്ത് ഉന്നതകുലജാതരായ ബ്രാഹ്മണർക്ക് തെക്കേ വാതിൽമാടത്തിലും ആഠ്യത്വം കുറഞ്ഞവർക്കും പരദേശി ബ്രാഹ്മണർക്കും വടക്കേ വാതിൽമാടത്തിലും വെച്ചായിരുന്നു ഊട്ട് നടത്തിയിരുന്നത്. ഒരിക്കൽ സമ്പന്നനായ ഒരു സ്വാമിയാർ കയ്യിൽ ധാരാളം പണമൊക്കെയായി ഭജനമിരിക്കാനെത്തി. എന്നാൽ കയ്യിലുള്ള പണമൊന്നും അദ്ദേഹത്തിന് അധികം ചെലവഴിക്കേണ്ടി വന്നില്ല. കാരണം 2 നേരവും ക്ഷേത്രത്തിലെ വാതിൽമാടത്തിൽ വെച്ച് ഗംഭീരമായ സദ്യ ലഭിക്കും. ആദ്യമായി സദ്യ ഉണ്ണുന്നതും സ്വാമിയാരായിരിക്കും. നേരത്തെ തന്നെ അദ്ദേഹം 1-ാം സ്ഥാനത്ത് മുണ്ടുവിരിച്ച് തൻ്റെ സ്ഥാനം ഉറപ്പിക്കും. അറിയാതെ ആരെങ്കിലും അതിൽ ചവിട്ടുകയോ കയറിയിരിക്കുകയോ ഒക്കെ ചെയ്താൽ സ്വാമിയാർ വഴക്കുണ്ടാക്കും. ചിലപ്പോൾ കയ്യാങ്കളി വരെ നടത്തിയെന്നും വരും. ഒരിക്കലൊരു യുവാവ് ഇതൊന്നും അറിയാതെ 1-ാം സ്ഥാനത്ത് കയറിയിരുന്നു. ഇത് കണ്ട സ്വാമിയാർ വഴക്കുമായെത്തി. സ്വാമിയാരുടെ തടിമുടുക്ക് കണ്ട് ആ യുവാവ് ഒഴിഞ്ഞു പോവുകയാണുണ്ടായത്. വാതിൽമാടം ഏറെക്കുറെ അതോടെ സ്വാമിയാരുടെ പിടിയിലായി.
യാതൊരു ശാരീരിക അധ്വാനവും ചെയ്യാതെയാണ് എന്നും ഒരു അവകാശം പോലെ സ്വാമിയാർ വാതിൽമാടത്തിലിരുന്ന് ഉണ്ടുപോന്നിരുന്നത്. അതും 4-5 പേർക്കുള്ള ഭക്ഷണം വേണം താനും. ഭക്ഷണം ഇങ്ങനെ കഴിച്ച് കഴിച്ച് സ്വാമിയാരാകട്ടെ തടിച്ചു കൊഴുത്തു. പതിവ് പോലെ സ്വാമിയാർ സദ്യ കഴിക്കാനിരുന്നു. പക്ഷേ 2 ഉരുള കഴിച്ചപ്പോഴേക്കും വല്ലാതെ എക്കിള് വരുവാൻ തുടങ്ങി. കുറേ വെള്ളമൊക്കെ കുടിച്ചു നോക്കിയെങ്കിലും അതിനൊരു കുറവുമുണ്ടായില്ല. അവസാനം സഹികെട്ട് സ്വാമിയാർ സദ്യ കഴിക്കാതെ അവിടെ നിന്നും പുറത്തേക്ക് പോയി. എല്ലാവരും ഇത് കണ്ട് അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കിയെങ്കിലും ആർക്കും പ്രത്യേകിച്ചൊരു സഹതാപമൊന്നും തോന്നിയില്ല. അങ്ങനെ ദിവസവും ഇതുതന്നെയായി അവസ്ഥ. അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാൻ വയ്യാതെ സ്വാമിയാർ മെലിഞ്ഞ് പരവശനായി. എന്തെങ്കിലും വയറിലെത്തിയാൽ ഈ എക്കിള് തന്നെ. വെള്ളം മാത്രം കുടിക്കാം. ഇതോടുകൂടി സ്വാമിയാരുടെ അഹങ്കാരമെല്ലാം ശമിച്ചു തുടങ്ങി. ക്രമേണ ഭഗവസ്തോത്ര പാരായണവും നാമജപവും മറ്റുമായി ഭഗവത് സന്നിധിയിൽ തന്നെ കഴിഞ്ഞു തുടങ്ങി. താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ബോധ്യമായി. അതിനൊക്കെ ദിവസവും ഭഗവാനോട് കണ്ണീരോടെ ക്ഷമാപണം നടത്താനും തുടങ്ങി. ഒരു ദിവസം സദ്യ ഉണ്ടിട്ട് മരിച്ചാലും തരക്കേടില്ല എന്നുവരെ പ്രാർത്ഥിച്ചു. അങ്ങനെ സ്വാമിയാർ മറ്റു ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ സദ്യയ്ക്ക് വിളമ്പാനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും സഹായിക്കാനുമെല്ലാം തുടങ്ങി. ഇതോടെ അദ്ദേഹത്തിന് കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കാം എന്ന നില വന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ താൻ അല്പമെങ്കിലും കഴിക്കുക എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. സ്വാമിയാരിൽ വന്ന മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരുന്നു. തൻ്റെ തെറ്റുകളെല്ലാം ബോധ്യപ്പെട്ട സ്വാമിയാർ ഒരു യഥാർത്ഥ ഭക്തനായി മാറിയിരുന്നു. അദ്ദേഹം ക്രമേണ മറ്റുള്ളവർക്കെല്ലാം ഒരു മാതൃകയായി മാറി. സ്വാമിയാരോട് എല്ലാവർക്കും ആദരവും ബഹുമാനവുമൊക്കെ വർദ്ധിച്ചു വന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം സ്വാമിയാർ തൻ്റെ സ്വത്തുക്കളെല്ലാം ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം കാൽനടയായി ഹിമാലയത്തിലേക്ക് യാത്രയായി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പണ്ടുകാലത്ത് നാട്ടുപ്രമാണിയായ ഒരു തിരുമുൽപ്പാടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകളാണ് കുഞ്ഞിലക്ഷ്മി. അച്ഛൻ ഉപേക്ഷിച്ചത് കാരണം അമ്മാവൻ്റെ സംരക്ഷണത്തിലാണ് കുഞ്ഞിലക്ഷ്മി വളർന്നു വന്നത്. ആ കുട്ടി ഗുരുവായൂരപ്പൻ്റെ ഒരു കടുത്ത ഭക്ത കൂടിയായിരുന്നു. 40-ാം വയസ്സിലാണ് കുഞ്ഞിലക്ഷ്മി അമ്മയുടെ വിവാഹം നടന്നത്. പ്രാർത്ഥനകളും വഴിപാടുകളും ദാനധർമ്മങ്ങളും എല്ലാം ധാരാളം ചെയ്തു പോന്നെങ്കിലും ഒരു കുഞ്ഞിക്കാല് കാണുവാനുള്ള ഭാഗ്യമുണ്ടായില്ല. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞിലക്ഷ്മി അമ്മ ഗർഭവതിയായത്. ഗർഭശുശ്രൂഷയെല്ലാം വേണ്ട രീതിയിൽ തന്നെ നടന്നു. കൃത്യസമയത്ത് തന്നെ കുഞ്ഞിലക്ഷ്മി അമ്മ സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് ജന്മമേകി. തൻ്റെ വാർദ്ധക്യത്തിലുണ്ടായ ആ കുട്ടിയെ ബന്ധുക്കളും കുഞ്ഞിലക്ഷ്മി അമ്മയും കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് നോക്കി വന്നത്. കുഞ്ഞിലക്ഷ്മി അമ്മ വീടിൻ്റെ മുറ്റത്തൊരു കുന്നിച്ചെടി വളർത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടി ഓടിക്കളിക്കാൻ പ്രായമായ കാലം മുതൽ അതിൽ നിന്നും വീഴുന്ന കുന്നിക്കുരുക്കളെല്ലാം തികഞ്ഞ ഭക്തിയോടെ അവൾ പെറുക്കിയെടുത്ത് സൂക്ഷിച്ചു. കുഞ്ഞിൻ്റെ ചോറൂണിന് അതെല്ലാം ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെ കുന്നിക്കുരുച്ചെമ്പിൽ കുട്ടിയുടെ കൈകൊണ്ട് തന്നെ വാരിയിടണമെന്നായിരുന്നു കുഞ്ഞിലക്ഷ്മിയുടെ ആഗ്രഹം. വിധിയുടെ വൈപരീത്യമെന്നല്ലാതെ എന്തു പറയാൻ. ചോറൂണിൻ്റെ തലേ ദിവസം കുട്ടിക്ക് പെട്ടെന്നാണ് അസുഖം വന്നത്. കുഞ്ഞിലക്ഷ്മി അമ്മയെയും ബന്ധുക്കളെയുമൊക്കെ കണ്ണുനീരിലാഴ്ത്തിക്കൊണ്ട് ആ കുട്ടി ഗുരുവായൂരപ്പനോട് ചേർന്നു. ദുഃഖം സഹിക്കവയ്യാതെ കുഞ്ഞിലക്ഷ്മി അമ്മ ഇനി ഗുരുവായൂരപ്പനൊന്നും വേണ്ട, ഭക്തരുടെ ദുഃഖമറിയാത്ത ഭഗവാനെ താനെന്തിനു പൂജിക്കണം. അവർ കുട്ടി പെറുക്കി സൂക്ഷിച്ചിരുന്ന കുന്നിക്കുരു നിറച്ച സഞ്ചിയും ആഭരണങ്ങളുമൊക്കെ ഗുരുവായൂരിലേക്ക് കൊടുത്തയച്ചു. ഈ സമയം കുഞ്ഞിലക്ഷ്മി അമ്മയുടെ അച്ഛനായ തിരുമുൽപ്പാട് തൻ്റെ 2ാമത്തെ ഭാര്യയിലുണ്ടായ മകൻ്റെ മകളുടെ ചോറൂൺ ഗുരുവായൂരമ്പലത്തിൽ വെച്ച് ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചു. പഞ്ചവാദ്യം, കളഭം ചാർത്തൽ, ആനയെ നടക്കിരുത്തൽ, വിശേഷാൽ വിളക്ക് തുടങ്ങിയവയോടെയാണ് പിറന്നാളാഘോഷം പൊടി പിടിച്ചത്. അന്ന് രാത്രി തിരുമുൽപ്പാടിന് വല്ലാത്ത ചുട്ടുപുകച്ചിൽ അനുഭവപ്പെട്ടു. പ്രഗത്ഭ വൈദ്യന്മാരൊക്കെ വന്ന് പരിശോധിച്ചിട്ടും രോഗം കണ്ടെത്താനായില്ല. 2ാം ഭാര്യ പല വഴിപാടുകളും നേർന്നെങ്കിലും അതൊന്നും യാതൊരു ഫലവും കണ്ടില്ല. പുലർച്ചയോടെയാണ് അദ്ദേഹത്തിന് ഒന്ന് കണ്ണടയ്ക്കാനായത്. ഒന്ന് മയങ്ങിയതേയുള്ളൂ. അപ്പോഴേക്കും ഗുരുവായൂരപ്പൻ്റെ വാക്കുകൾ ആ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. ആനയെ കൊണ്ടുവന്ന് നടക്കിരുത്തി എന്ന് കരുതി വലിയ അഹങ്കാരമൊന്നും വേണ്ട. ആനയെ നടക്കിരുത്തിയ സമയത്ത് ആനയുടെ അടിയിൽപ്പെട്ട് എത്രയെത്ര കുന്നിക്കുരുക്കളാണ് ചതഞ്ഞറിഞ്ഞത്. അത് സമർപ്പിക്കുന്ന ആ ഭക്തരുടെ മനോഭാവം നിങ്ങൾക്കറിയുമോ? ഭക്തർ മനഃശുദ്ധിയോടെ സമർപ്പിക്കുന്ന നിസ്സാരങ്ങളെന്ന് തോന്നുന്ന ഏതൊരു വസ്തുവും എനിക്ക് വിലപ്പെട്ടതാണ്. 2ാം ഭാര്യയിലെ മകൻ്റെ മകളുടെ ചോറൂണ് ഗംഭീരമായി നടത്തിയ നിങ്ങളുടെ ആദ്യ ഭാര്യയിലെ മൂത്ത മകളുടെ സ്ഥിതി അന്വേഷിച്ചിട്ടുണ്ടോ?
കുഞ്ഞുലക്ഷ്മിയുടെ മകൾ മരിച്ചിട്ട് ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും പോയോ? പേരിനും പ്രശസ്തിക്കും വലിയ പണക്കാരനെന്ന ഭാവത്തോടെ കാട്ടിക്കൂട്ടുന്നതിലൊന്നും എനിക്ക് വലിയ തൃപ്തിയില്ല. ഭഗവാന്റെ വാക്കുകൾ കേട്ട് തിരുമുൽപ്പാടിന് വലിയ പശ്ചാത്താപമുണ്ടായി. അങ്ങനെ ഒരു നമ്പൂതിരിയെ വിളിച്ച് പ്രശ്നം വെപ്പിച്ചു. പ്രശ്നത്തിൽ മകൾക്ക് ഒരു ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം വാങ്ങിക്കൊടുക്കണമെന്നും അതിനെ നിത്യവും പൂജിക്കണമെന്ന് പറയണമെന്നും കാണുകയുണ്ടായി. തിരുമുൽപ്പാട് തന്നെ വിഗ്രഹവുമായി മകളെ നേരിൽ പോയി കാണണമെന്നും മകളെ ആശ്വസിപ്പിക്കണമെന്നും മകൾക്ക് 2 വർഷത്തിനുള്ളിൽ ഒരു ആൺകുഞ്ഞുണ്ടാകുമെന്നുള്ള വിവരം അറിയിക്കണമെന്നും കാണുകയുണ്ടായി. മൂത്ത മകളോട് കാണിക്കുന്ന അനാസ്ഥ കാരണമാണ് ആനയെ നടക്കിരുത്തിയിട്ടും ഗുരുവായൂരപ്പൻ പ്രസാദിക്കാതിരുന്നതെന്നും പ്രശ്നവിചാരത്തിലൂടെ തികഞ്ഞ ബോധ്യം വന്നു. ഇതോടെ തിരുമുൽപ്പാടിൻ്റെ അഹങ്കാരമെല്ലാം മാറി അദ്ദേഹം ഒരു തികഞ്ഞ ഭക്തനായി മാറി. അദ്ദേഹം മകളുടെ അടുത്ത് ചെല്ലുകയും ക്ഷമാപണം നടത്തുകയും പിന്നീടുള്ള കാലം മക്കളോടുകൂടി സന്തോഷമായി ജീവിക്കുകയും ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും കിഴക്കേ നടയിലായി നിൽക്കുന്ന മഞ്ജുളാൽ. ഈ ആലിന് മഞ്ജുളാൽ എന്ന പേര് വന്നതിന് പുറകിലും ഒരു രസകരമായ ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ താമസിച്ചിരുന്ന ഗുരുവായൂരപ്പൻ്റെ പരമഭക്തയായ ഒരു വാരസ്യാര പെൺകുട്ടിയായിരുന്നു മഞ്ജുള. നിത്യവും ഭഗവാനെ തൊഴാനായി വരുമ്പോൾ ഭഗവാന് ചാർത്താനായി ഒരു തുളസിമാലയും കെട്ടിക്കൊണ്ടുവരിക പതിവായിരുന്നു. ഒരു ദിവസം എന്തോ കാരണത്താൽ ക്ഷേത്രത്തിലെത്താൻ അല്പം വൈകി. നടയടച്ചു പോയതിനാൽ താൻ കൊണ്ടുവന്ന തുളസിമാല ഭഗവാന് ചാർത്താനായി നൽകാൻ സാധിക്കാതെ വന്നതിൽ അവൾക്ക് വലിയ വിഷമമായി. ഈ സമയത്താണ് പൂന്താനം നമ്പൂതിരി അതിലേ വരുന്നത്. ദുഃഖിതയായി തുളസിമാലയുമായി ക്ഷേത്രത്തിന് മുൻപിൽ നിൽക്കുന്ന മഞ്ജുളയെ കണ്ട് പൂന്താനം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. മഞ്ജുളയുടെ വിഷമം മനസ്സിലാക്കിയ പൂന്താനം നമ്പൂതിരി പറഞ്ഞു, വിഷമിക്കേണ്ട, ഭഗവാൻ ഇവിടെ മാത്രമല്ല എല്ലായിടത്തുമുണ്ട്. അതിനാൽ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെ ആൽച്ചൂട്ടിൽ കാണുന്ന ശിലയിൽ ഭഗവാനെ സങ്കല്പിച്ച് ഈ മാല ചാർത്തിക്കോളൂ, ഭഗവാൻ അത് സ്വീകരിച്ചുകൊള്ളും. ഇത് കേട്ട മഞ്ജുള ആൽച്ചൂട്ടിലെത്തി മാല ചാർത്തി പ്രാർത്ഥിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം പുലർച്ചെ നട തുറന്ന് നിർമാല്യം വരുന്ന സമയം ഭഗവാന്റെ കഴുത്തിലെ ഒരു മാല മാത്രം എത്ര ശ്രമിച്ചിട്ടും മാറ്റാനാവാത്തത് കണ്ട് മേൽശാന്തി അത്ഭുതപ്പെട്ടു. തന്നെയുമല്ല, ഇങ്ങനെയൊരു മാല താൻ ഇന്നലെ ചാർത്തിയിട്ടുമില്ല. രാവിലെ നിർമാല്യ ദർശനത്തിനെത്തിയ പൂന്താനം നമ്പൂതിരി മാല മാറ്റാനാവാതെ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന മേൽശാന്തിയോട് തലേന്ന് മഞ്ജുള ആലിൽ ചാർത്തിയ മാലയുടെ കാര്യം പറഞ്ഞു. മഞ്ജുള ചാർത്തിയ ആ മാല മാറ്റിയതിനു ശേഷം മാത്രമാണ് ഭഗവാന്റെ കഴുത്തിലെ മാല മാറ്റാനായത്. ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവിടെ കൂടിയ ജനങ്ങളെല്ലാം മഞ്ജുളയുടെ ഭക്തിയെ പ്രശംസിക്കുകയും മഞ്ജുളയ്ക്ക് സന്തോഷമാവുകയും ചെയ്തു. അതിനുശേഷമാണത്രേ ഈ ആലിന് മഞ്ജുളാൽ എന്ന് പേര് വന്നത്. പഴയ ആൽമരം വീണുപോയെങ്കിലും തൽസ്ഥാനത്ത് മറ്റൊരെണ്ണം നട്ടു വളർത്തിയിട്ടുണ്ട്. കിഴക്കോട്ടഭിമുഖമായി ഭഗവാന്റെ വാഹനമായ ഒരു വലിയ ഗരുഡശില്പവും ഒരു ദീപസ്തംഭവും പൂന്താനം നമ്പൂതിരിയുടെ ഒരു ശില്പവുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. സമസ്ത കേരള വാരിയർ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും മഞ്ജുളാ ദിനവും ആഘോഷിച്ചു വരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള മിക്കവരും തന്നെ കണ്ടിട്ടുണ്ടാവും തെക്കേനടയിലെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിലായി ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയ്ക്ക് പുറകിലായി സ്ഥാപിച്ചിരിക്കുന്ന മരപ്രഭുവിൻ്റെ 51 അടിയുള്ള കളിമൺ ശില്പം. ഇതിൻ്റെ പുറകിലും ഒരു ഐതിഹ്യമുണ്ട്. അതുകൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പൂന്താനം നമ്പൂതിരി എന്ന പരമഭക്തനും ഭഗവാനും തമ്മിൽ ഭേദമില്ല എന്നത് തന്നെയാണ് സത്യം. ആ ഭക്തനു വേണ്ടി ഭഗവാൻ നേരിട്ടിടപെട്ടതിന് അക്കാലത്ത് ധാരാളം സാക്ഷികളുമുണ്ടായിരുന്നു. പൂന്താനത്തിന് ആദ്യകാലത്ത് സംസ്കൃതത്തിൽ വലിയ പാണ്ഡിത്യമൊന്നും ഉണ്ടായിരുന്നില്ല. ദിവസവും ക്ഷേത്രനടയിൽ ഇരുന്നു കൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും അതിന് വ്യാഖ്യാനം നൽകുകയുമൊക്കെ ഒരു പതിവായിരുന്നു. ഒരു ദിവസം ചൊല്ലിക്കൊണ്ടിരിക്കവേ നാവു പിഴച്ച് പത്മനാഭോ അമരപ്രഭു എന്ന ഭാഗം പത്മനാഭോ മരപ്രഭു എന്ന് ചൊല്ലാനിടയായി. ഇത് കേട്ട് അവിടെ കൂടിയിരുന്ന വിദ്വാൻമാരായ ചില പണ്ഡിതന്മാർ പൂന്താനത്തിനെ പരിഹസിച്ച് ചിരിച്ചു. സദസ്സിൽ പരിഹാസ്യനാവേണ്ടി വന്നതിൽ മനം തന്ന പൂന്താനം തല താഴ്ത്തി നിന്നു. അപ്പോഴാണ് എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ശ്രീകോവിലകത്തു നിന്നും ആ ശബ്ദം മുഴങ്ങിയത്. അപ്പോൾ പിന്നെ മരപ്രഭു ആരാണ്? ഞാൻ അമരപ്രഭു മാത്രമല്ല, മരപ്രഭുവുമാണ്. എല്ലാവരും കേൾക്കെയുള്ള തൻ്റെ സാധുവായ ഭക്തനു വേണ്ടിയുള്ള ഭഗവാന്റെ ഇടപെടൽ പണ്ഡിത സദസ്സിനെ നാണിപ്പിക്കുകയും അവരെല്ലാവരും പൂന്താനത്തോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു.
ഈ അശരീരിയുടെ ശരീരഭാവമാണ് മരപ്രഭു. ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പത്തിൽ അരയാൽ വൃക്ഷമാവുന്ന ശരീരവും പരമാത്മ ചൈതന്യമായ മുഖവും ശിരസിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ജീവരാശികളാകുന്ന വൃക്ഷശാഖകളും ചേർന്ന മരപ്രഭുവിന് യോഗയിലെ ഒരു കുംഭകാവസ്ഥയാണ് ഭാവം. ആലുവ സ്വദേശി രാമചന്ദ്രനാണ് ഈ ശില്പം നിർമ്മിച്ചത്. സാളഗ്രാമം, ചന്ദ്രകാന്തം, രത്നങ്ങൾ എന്നിവ നിക്ഷേപിച്ച് ശിലാസ്ഥാപനം നടത്തി. 6500ഓളം ഇഷ്ടികകൾ ഉപയോഗിച്ച് ബാഹ്യരൂപവും തയ്യാറാക്കി. പലതരത്തിലുള്ള പച്ചമരുന്നുകളും ഔഷധക്കൂട്ടുകളും ചേർത്ത കളിമണ്ണ് കുഴച്ച് ഈ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. 6 മാസം കൊണ്ട് ശില്പനിർമ്മാണം പൂർത്തിയാക്കി. 1995 മാർച്ച് 27-നാണിത്. 2011 ശില്പത്തിന് ലോഹം കൊണ്ട് ഒരു കനകപ്രഭാമണ്ഡലവും സമർപ്പിച്ചു. നശിക്കുന്നതും നശിക്കാത്തതും ഞാൻ തന്നെയെന്ന ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ് ഈ മരപ്രഭുവിൻ്റെ ആധാരം. ഗുരുവായൂരപ്പൻ്റെ അത്ഭുത കഥകൾ ഇനിയും ധാരാളം. മേൽപ്പത്തൂരിനെയും പൂന്താനത്തിനെയും കുറൂരമ്മയെയും വില്ലുവങ്കലം സ്വാമിയെയും പോലുള്ള ഭഗവാന്റെ എക്കാലത്തെയും വലിയ ഭക്തന്മാരുടെ കഥകളുമായി വീണ്ടും ഒരിക്കൽ കാണാം. യാദവാധിപ നിന്നെ ഹൃദി ചിന്ത നിദാ